മോളെ ജാബി, ഉപ്പ് ചായ എടുത്തിട്ട് മേശന മുകളിൽ വെച്ചിട്ടുണ്ട്. ചൂടാറുന്നതിന് മുമ്പ് എടുത്ത് കുടിക്കണം. ഉപ്പ് പോയിട്ടെ. ഡോറ് നടക്കണേ. ആ മോളെ. ഒന്ന് സ്റ്റാൻഡ് വരെ പോകണം. എടുത്തേക്കാടോ. ഇവിടെ നല്ല ബ്ലോക്ക് ആണല്ലോ. ഇറങ്ങാനല്ലേ? എത്രയായി? 30. P7 കൺട്രോൾ കോളിംഗ്. താൻ്റെ ഇവിടെ ബ്ലോക്ക് കാണുന്നില്ലടോ. P7 മൊബൈൽ കൺട്രോളിംഗ്. പുല്ലുപ്പാറ പാലത്തിന്റെ അടുത്ത് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് സാർ. ഓക്കെ, ഇപ്പൊ വരാം. ഓക്കെ. എടോ, ഇത്രയാൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ, തനിക്ക് മാത്രം എന്താണോ പ്രത്യേകത? അങ്ങോട്ട് മാറ്റിയിട്. നിങ്ങൾ എവിടെയാ സാറേ നോക്കുന്നത്? ബാക്കിൽ ബ്ലോക്ക് മാറിയിടോ. ഞാനിവിടെ സംസാരിക്കും. ബ്ലോക്ക് കാണുന്നില്ലേ? എന്താ കാര്യം? എന്താ സാറേ, ഇയാൾ ഈ ബ്ലോക്കിനിടയ്ക്ക് റോങ് സൈഡ് കയറി വെച്ചോണ്ടാ ഇത്രയും ബ്ലോക്ക് ആയത്. പോയി ബ്ലോക്ക് താൻ കാണുന്നില്ലേ? അറിയാം സാർ. പിന്നെ ഇവിടെ യൂ ടേൺ എടുക്കണം. സ്റ്റേഷനിൽ പിടിച്ചിട്ട് പോകണ്ടേ? എന്ത് വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് മുഴുവൻ ബ്ലോക്ക് ആയി കാണുന്നില്ല. ഇവനൊന്ന് കണ്ടാ ഈ എന്റെ കയ്യിലുണ്ടാവും. വണ്ടി സ്റ്റേഷനിൽ വന്നെടുത്താൽ മതി. സാധനം ഓടിക്കണ്ട, വണ്ടി സ്റ്റേഷനിൽ വന്നെടുത്താൽ മതി. ഇല്ല സാറേ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്റെ ഒന്നും ഡയലോഗ് എന്റെ അടുത്ത് വേണ്ട. നീ പോയി പണി നോക്ക്. നിങ്ങളൊന്ന് പറയപ്പോ പോലീസുകാരോട്. വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കും. വണ്ടി എടുക്ക്. മുന്നോട്ട് എടുക്ക്. വാ. പോട്ടെ. എന്തുപറ്റിയിലേക്ക്? അതിൻ്റെ ഇവിടെ കാര്യമില്ല മോനെ, നല്ലൊരു കേസെല്ലാം വേണോ? പക്ഷേ സാറാണ് കേസാക്കണ്ട. ഓഹോ, നമുക്ക് കേസായിക്കളെ, കേസാക്കി തരാം. സാറേ നമസ്കാരം. പുതിയ ആളാണ്ടായിരിക്കാം, നമുക്ക് നോക്കാം. എൻ്റെ വയസ്സ് ചേട്ടാ എന്തല്ലാ ചേട്ടാ നമ്മളെ പയ്യനാട്ടാ. സാർ മേയ് ബാ. സാർ നമസ്കാരം. സാർ ഞാൻ മഹേഷ്, CQൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇരിക്കലിക്ക. സാറ് പുതിയ ആളായതുകൊണ്ട് എന്നെ പരിചയം ഉണ്ടാവില്ല. ഇത് അലീക്ക. അപ്പം താൻ ഞാൻ വിചാരിച്ച പോലെ അല്ല, വലിയ പിടിപാടൊക്കെ ഉള്ള ആളാ. പക്ഷെ എന്ത് ചെയ്യാനാ, വണ്ടി ഞാൻ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. FIR വിട്ടുപോയി. FIR ഇടാനോ? സാർ അതിന് മാത്രമേ ഇയാൾ എന്ത് തെറ്റാ സാർ ചെയ്തേ? സാറേ ട്രാഫിക് വയലൻസ് എന്ന് മുതലാണ് സാർ ഇത്ര വലിയ ഒഫൻസ് ആയത്? സഖാവിൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? മഹേഷ്. CIQ മഹേഷേ, താൻ പറഞ്ഞ പോലെയാണ്, പ്രശ്നമൊന്നുമില്ല. ഒരു പെറ്റി അടിച്ചു വിടാനേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയും പോരാണ്ട് അവിടെ 10-20 മിനിറ്റ് ബ്ലോക്കും ഉണ്ടാക്കി. ഇതൊക്കെ മതിയുടെ മഹേഷേ FIR ഇടാനും വണ്ടി കസ്റ്റഡിയിൽ എടുക്കാനും. സംഭവം നടത്താൻ അങ്ങനെയൊന്നുമല്ല മോനെ. ഞാൻ റോഡ് കയറിയെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ പ്രശ്നം ഉണ്ടാക്കിയത് അയാൾ എന്നെ അവിടെ പിടിച്ചു നിർത്തി. അതിലിടക്ക് ഈ സാറും കൂടി വന്നപ്പോഴാണ് ആടെ കൂടുതൽ ബ്ലോക്ക് ഉണ്ടായത്. എടോ, ഇനിയും കിടന്ന് വളച്ചെടുത്താ വണ്ടിയുടെ ഒപ്പം നിന്നെ പിടിച്ചകത്തിടും. മഹേഷേ, ഇയാളെ വിളിച്ചിറങ്ങാൻ നോക്ക്. കാര്യങ്ങളൊക്കെ അതിന്റെ മുറക്ക് നടന്നോളൂ. അതിന് മാത്രം എന്ത് തെറ്റാ സാറേ ഞാൻ ചെയ്തതിന്? ആരെയും കൊന്നിനാ? എന്തെങ്കിലും പിടിച്ച് പറിച്ചനാ?
എന്തിനാ സാറേ നമ്മളോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്? തനിക്കെന്താടോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി ഇവിടെ കിടന്ന് ചലച്ച ഈ SI കാർത്തികാരാണെന്ന് നീ അറിയാം. സാറേ ഒരു മിനിറ്റ്, അലിക്കൊന്ന് പുറത്തിരിക്കേ, ഞാൻ ഇപ്പോൾ വരാം. പുറത്തിരിക്കും. ഇപ്പം ഇറങ്ങിപ്പോയി മനുഷ്യനല്ലേ സാറേ, ഒരു 65-70 വയസ്സ് പ്രായമുണ്ടോ? ഇയാളുടെ പ്രായത്തിലുള്ളവർ മക്കളെയും കൊച്ചുമക്കളെയും നാലോലിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഇയാൾ ഈ 3 ഏക്കറും കൊണ്ട് രാവും പകലും കറങ്ങുന്നത് കോടിയിൽ ഉണ്ടാക്കാന്നല്ല സാറേ. നമ്മളീ പറയുന്ന ജീവിതത്തിൻ്റെ 2 അറ്റമില്ലേ, അതൊന്ന് കൂട്ടിമുട്ടിച്ച് അന്നന്നത്തെ ജീവിതം ജീവിക്കാനാണ് സാറേ. ഇതുപോലുള്ള പട്ടിണിപ്പാവങ്ങളുടെ മേലെ ഇല്ലാത്ത കഥകളും ഉണ്ടാക്കി കയറുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മനസ്സാക്ഷിയോട് ചോദിക്കണം സാറേ. എടാ മതിയാക്കടാ, നീ ഒരുപാട് ഞെളിയല്ലേ. പിന്നെ ശരിയേതാ തെറ്റേതാന്ന് എനിക്കറിയാം. ഞായിട്ടിരിക്കുന്ന ഈ കാക്കിക്ക് ഒരു ന്യായമുണ്ട്, അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നതും. നിന്നെപ്പോലുള്ള ലോക്കൽ നേതാക്കൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ശരിയാ സാറേ, 100-200 പെറ്റിയടിച്ച് തീർക്കേണ്ട ഒരു വിഷയം ഈ FIR വരെ എത്തിച്ചതിൻ്റെ ന്യായം എനിക്ക് മനസ്സിലാവില്ല, ഇനിയൊട്ട് മനസ്സിലാവും വേണ്ട. പിന്നെ സാറിപ്പോൾ പറഞ്ഞ കാക്കിയുണ്ടല്ലോ സാറേ, ഇതല്ല സാറേ കേരള പോലീസിൻ്റെ അവസാന വാക്ക്. വേറെ ഉണ്ടല്ലോ സാറേ നാട്ടിലുള്ള ഓഫീസർമാർ, നമുക്ക് കാണാം സാറേ. കാണാം. എൻ്റെ അലീക്ക നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. DYSP നല്ല മനുഷ്യനാണ്, നമുക്ക് റെഡിയാക്കാം, ധൈര്യമായിട്ടിരി. കുറച്ച് കഷ്ടപ്പാടിലാണെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന വണ്ടി കൊണ്ടാ മോനെ. പോരാത്തതിന് 2 ദിവസം കഴിഞ്ഞാൽ അടവും. കഴിഞ്ഞ മാസം ഓള് കുറച്ച് ദിവസം ആശുപത്രിയിലായതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ജോഷിക്ക് പൈസ കൊടുത്തത്. സ്വന്തക്കാർ പോലും സഹായിക്കാൻ മടിക്കുന്ന ഇക്കാലത്ത് ജോഷി സ്വന്തം വീട്ടിൽ ലോൺ എടുത്തിട്ട് എനിക്ക് തന്നത്. ഓനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു നൂലാമാല വന്നത്. അലിക്കിപ്പോൾ ചായ കുടിക്കുക, ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും, ഞാനല്ലേ പറയുന്നു. ചായ കുടിക്കുക. ഇജോട്ടെ 2 ചായ. ശരി. വലിക്ക കയറി. മൈഷ, ഞാൻ ആ SI ഒന്ന് വിളിക്കട്ടെ. അവിടുത്തെ CCTV ഫുട്ടേജും മറ്റും നോക്കിയിട്ട് ഞാൻ എന്താ വെച്ചാൽ ചെയ്യാം. സാറേ അലീക്കയുടെ കാര്യമൊക്കെ കുറിച്ച് കഷ്ടത്തിൽ സാറിനറിയാലോ, അന്നന്ന് കിട്ടുന്നതിനെ കൂടി ജീവിച്ചു പോകുന്ന ആൾക്കാരാ സാറേ. മനസ്സിലായി. CM എന്ന് ജില്ലയിലുള്ള വിവരം അറിയാമല്ലോ. SI കാർത്തിക്കും മറ്റും അവിടെ ഡ്യൂട്ടിയിലാണ്. അതാ ഞാൻ നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഏതായാലും വൈകിട്ട് ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. വിളിച്ചിട്ട് എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം. ഏതായാലും നാളെ രാവിലെ എന്നെ ഒന്ന് വിളിക്കാം. സാറേ ഞാൻ രാവിലെ വിളിക്കാം സാറേ. സാറിൽ നിന്ന് ഞാൻ അനുകൂലമായൊരു മറുപടി തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്കിറങ്ങാം. പോ. ഉപ്പ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഉപ്പ വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. ഉപ്പ വെറുതെ അതും ഇതൊന്നും ആലോചിച്ച് BP കൂട്ടണ്ട, നാളെ അല്ലേ ശരിയാവും. ഉമ്മ ഉറങ്ങിയാ? ആ ഉമ്മ ഉറങ്ങി. വാ വന്നിട്ട് കിടക്ക്. കുറച്ച് കഴിയട്ടെ മോളെ. വാ ഉപ്പ, വാ വന്ന് കിടക്ക്. വാ ഉപ്പ. അല്ലാ. അലിക്ക രാവിലെ തന്നെ ഇങ്ങെത്തിയാ? ഇന്നലെ CM-ൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞ് വരാൻ ഒരുപാട് ലേറ്റായി. ഇപ്പം എണീറ്റതേ ഉള്ളൂ, അതാ ഞാൻ അലിക്ക വിളിക്കാൻ. പുരയിലിരുന്നിട്ട് ഒരു സമാധാനമില്ല മോനെ. വണ്ടി ഇന്ന് കിട്ടിയിട്ടില്ല, ആകെ പ്രശ്നമാണ്. മോനൊന്ന് DYSP-നെ വിളിച്ചാട്ടെ. ഓ ഞാനതങ്ങ് വിളിക്കാൻ ഇരിക്കായിരുന്നു. ഇപ്പോൾ വിളിക്കാം, ഇപ്പം തന്നെ വിളിക്കാം. ഹലോ. ആ സാറേ നമസ്കാരം. സാറേ മഹേഷാണ്. ഇന്നലെ ഓട്ടോയുടെ കാര്യം പറഞ്ഞ് അത് ഞാൻ SI കാർത്തികിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വിട്ടോളല്ലോ അല്ലേ സാർ? അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ആക്കിയിട്ടുണ്ട്. അതല്ല സാർ, ഇന്നലെ എന്തോ കേസ് എന്തോ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് നിങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പോയാൽ മതിയോ സാറേ? വണ്ടി അപ്പം തന്നെ കൊടുത്തു വിടല്ലോ അല്ലേ? അതപ്പം തന്നെ നിങ്ങൾക്ക് ശരി, ഞാൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല.
പുള്ളിനോട് നേരിട്ട് അങ്ങ് ചെല്ലാൻ പറഞ്ഞാൽ മതി. ശരി, എനിക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ട് RCC പോകണം സാർ. ആണോ മഹേഷ്? എന്തായാലും ഞാൻ ഓ സാർ, ശരി, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ അലീക്ക സ്റ്റേഷനിൽ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. DSP സാർ SIനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും പഠിക്കാനില്ല, വണ്ടി വിട്ടുതരും. നന്ദിയുണ്ട് മോനെ, ചെല്ലു. വലിയ ഉപകാരമുണ്ട്. ഇതിനൊന്നും നന്ദി പറയില്ല അലീക്ക. ഞാനും സാറിനെ കണ്ടിട്ട് വരാം. കണ്ടിട്ടോ. പേരെന്താ പറഞ്ഞതിൻ്റെ? പേര് ഷീസ്. സാറേ, സ്ഥലം കണ്ണാടിപ്പുറം. ഒന്നകത്തേരി SI സാറെ കണ്ടോട്ടെ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എത്ര തവണയായി പറയുന്നത്? SI ഒരു മീറ്റിങ്ങിലാണ്, എവിടെയെങ്ങാനും പോയിരിക്കും, വിളിക്കും. സാറേ, എൻ്റെ വണ്ടി വിളിക്കാം, എവിടെയെങ്ങാനും പോയിരിക്കും. ചെല്ല്. രാവിലെ തന്നെ ഓരോന്ന് വന്നോളൂ, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. നാസറയുടെ സാർ, നാസർ വണ്ടിയുണ്ട് സാർ. സാറേ 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 എൻ്റെ വണ്ടി തന്നോട് രാവിലെ വരാനല്ലേ രാവിലെ തന്നെ വന്നിരുന്നു സാറേ. ഇനി നാളെ വാ. സാറേ എന്തായി ഇത് സാറേ? സാറേ എൻ്റെ വണ്ടി വിട്ടുതരണം സാറേ. വണ്ടി എടുക്ക്. സാറേ 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 എൻ്റെ വണ്ടി. മോളെ എന്തായിപ്പാ, വണ്ടി കിട്ടിയാ? ഇല്ല മോളെ, നാളെയാവും. അതെന്തുപ്പാ? നമ്മളെ നാട്ടിലെ നിയമല്ലേ മോളെ, പിന്നെ പോലീസിന്റെ ഓരോ കാര്യല്ലേ. ഉപ്പ ടെൻഷനൊന്നും ആവണ്ട, വേഗം ഇങ്ങ് വീട്ടിലേക്ക് വാ. മോളെ ഞാൻ വേഗം വരേ, ഒരാളെ കാണാൻ, എന്നിട്ട് വരും. സാറ് നിങ്ങളോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. എൻ്റെ ഇൻഷുറൻസും പൊല്യൂഷനും എവിടെ? സാറേ, വണ്ടി എടുത്ത് 8 മാസമേ ആയുള്ളൂ. ഇൻഷുറൻസും മറ്റു പേപ്പറും ഒന്നും കിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എടോ, തൻ്റെ പേരെന്തോ അലി എന്തോ അല്ലേ? ഇതിലെന്താ ജോഷി? ജോഷി എവിടെ? ജോഷി എൻ്റെ ചങ്ങായിൻ്റെ മോനാ. 65 വയസ്സ് കഴിഞ്ഞാൽ ഫിനാൻസ് കിട്ടൂല, അതുകൊണ്ട് ജോഷിൻ്റെ പേരിലാണ് വണ്ടി എടുത്തത്. എടോടോടോ, താൻ അതൊക്കെ ഞാനെങ്ങനെ വിശ്വസിക്കാം? ഇനി ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും പൊല്ലാപ്പെന്നും ഉണ്ടെങ്കിലോ? താ ഒരു കാര്യം ചെയ്യും, നാളെ ഉച്ച കഴിഞ്ഞ് ഒറിജിനൽ RCO ജോഷിയോ ആയിട്ട് വാ. വണ്ടി ഞാൻ കൈയോടെ തന്നുവിടാം. എന്തിനാ സാറേ പാവങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു? ജില്ലാ സെക്രട്ടറി മുതൽ DYSP പേര് വിളിച്ചെന്ന പാവോ? ഇനി ഇതും പറഞ്ഞ് നാളെ ആരൊക്കെ വിളിക്കുമെന്ന് നമുക്ക് നോക്കാലോ. അതുകൊണ്ട് താനധികം പ്രസംഗിക്കാൻ നിൽക്കണ്ട, ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം താൻ കാണും. ഇനി എന്നാ സാറേ കാണാനുള്ളത്? ട്രാഫിക് റൂൾ തെറ്റിച്ചെന്ന് പറഞ്ഞ് 3 ദിവസമായില്ലേ സാറേ ഞാനിവിടെ കയറി ഇറങ്ങുന്നത്. ഇതിലും ഭേദം എന്നെ പിടിച്ച് ആത്തിരുത്താ സാറേ. സാറേ ഇയാളെ പിടിച്ച് പുറത്തിടോ. സാറേ വാ. സാറേ വണ്ടി പുറത്ത് വിടോ. വിട്ടുക സാറേ, ഞാനൊരു കുടുംബം നോക്കുന്ന സാറേ ഈ വണ്ടി കൊണ്ട്. സാറേ വണ്ടി വിട്ടുക സാറേ. ഉടയുമീ ചില്ലയിൽ മഴനിലാത്തുള്ളിയായി ഉരുകുമെൻ ഹൃത്തടം മിഴിയിലോ പെയ്കയായി. ഉടയവൻ ചാരയോ ചേരാതേകനായി ഉയരുമോദയമേ പൊഴിയുമെന്നുലകമിൽ പൊഴിയുമെന്നുലകമിൽ.
അലിക്ക ഞാൻ വിളിക്കാം. അഭയമായി എന്നിൽ നീ അന്നമായി നീണ്ടു നീ അരികിലായി താങ്ങുപോൽ വീഴാതെ ചേർന്നു നീ നീ കാത്ത ജീവന്റെ പാതകൾ പിൻപറ്റി നീറുമീ നീറ്റലിൽ കാതങ്ങൾ ബാക്കിയോ കാവലായി നീയും കാലമിൽ ഞാനും കൂടെയോ. ഫുഡ് എടുത്തോ ഉപ്പ? ആ മോളെ വരുന്നേ. ഉമ്മ കഴിച്ചാ? ഇല്ല ഉമ്മാക്ക് എടുക്കുന്നേ ഉള്ളൂ. എങ്കിലേ എല്ലാവർക്കും കൂടി അങ്ങ് എടുത്തോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചങ്ങയിക്കാം. ആ ഉപ്പ. ഇതാ ഈ കസാലിന്റെ മുകളിൽ ഇരുന്നാട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഉപ്പ വളപ്പിത്തരാ. മോളിരുന്നാട്ടെ. അടിയില്ലേ ഉപ്പാക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോ അല്ലേ മോളെ വിളമ്പിത്തരാൻ പറ്റുക. മതിയാ? നല്ലോണം തിന്നണം കേട്ടാ. മതി മതി. എല്ലാരും നല്ലോണം കഴിക്കണം. ഒരു കണക്കിന് ഇങ്ങനെ സംഭവിച്ചത്ര നന്നായി. നമ്മൾ എത്ര കാലമായി മക്കളെ ഒരുമിച്ചിരുന്ന് ചോറ് തിന്നിട്ട്. പുല്ലൂപ്പാറ പള്ളിക്ക് സമീപം താമസിക്കുന്ന അലീപി എന്നവർ മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിക്കുന്നു. പോവാണോ നീ നിന്റെ പ്രാണന്റെ പാതിയെ തനിച്ചാക്കി ആരാരും കൂട്ടില്ലാതെ ആറടി മണ്ണിൽ നീ തനിച്ച നീ തുണയായി തീരേണ്ടവർക്ക് ആരുണ്ടിനി കൂട്ടിന് ആ കണ്ണീർ കണങ്ങൾ എങ്ങനെ തീർക്കും നാളെ നിൻ കരം ചേർത്തു നടന്ന നിൻമോൾക്ക് ഇനി എന്താ വിധിയെന്ന് ഓർത്തു നോക്ക് ആ നെഞ്ചിൻ്റെ വേദന എത്തീമിൻ യാതനയോ പോവാണോ നീ നിന്റെ പ്രാണന്റെ പാതിയെ തനിച്ചാക്കി ആരാരും കൂട്ടില്ലാതെ ആറടി മണ്ണിൽ നീ തനിച്ച
മോളെ മാപ്പ്. ധീരനായ ഉപ്പ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടുകയാണ്. ജീവിച്ച് കൊതിതീർന്നുകൊണ്ടുള്ള യാത്രയല്ല ഉപ്പയുടേത്. ജീവിക്കാൻ വേറൊരു പോംവഴിയും മുമ്പിലില്ലെന്ന് ആരൊക്കെയോ കുറച്ച് ദിവസങ്ങളായി തോന്നിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്. അത്രത്തോളം അടുത്തിരിക്കുന്നു മോളെ. ഉപ്പയോട് പൊറുക്കണം. നീതി നിഷേധത്തിൻ്റെ അവസാനത്തീര ഈ ഞാനാവട്ടെ. വൈകി കിട്ടുന്ന നീതിയും ഒരു തരത്തിൽ നീതി നിഷേധം തന്നെയാണ്. ഇനി ഒരലി ഉണ്ടാവാതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മഹേഷ സാർ പറഞ്ഞ കാക്കിയുടെ ന്യായമില്ലേ? അത് ഞങ്ങളൊരു 3 വർഷം തുണിയിലാക്കിയിട്ട് ഖബറടക്കാൻ പോകും സാറേ. സാറിന് സമയം വന്ന് കാണ്. പിന്നെ ചില സമയത്ത് ന്യായത്തിനേക്കാളും മേലെ സാറേ നീതി. ഞാൻ സാറിന് മനസ്സിലാക്കി തന്നോളാം. വിത്ത് ഓൾ ദി റെസ്പെക്ട് സാർ, ഇത് കുറച്ച് കൂടിപ്പോയി. ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യം നമുക്കില്ലായിരുന്നു. പറ്റിപ്പോയി. اللهم ثبته عند السؤال، اللهم ألهمه الجواب، اللهم جاف القبر عن جنبيه، اللهم اغفر له وارحمه، اللهم